ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് നമ്പർ 64, ഡേ 63, ലാലേട്ടന്റെ സൺഡേ എപ്പിസോഡാണ്. എപ്പിസോഡിലോട്ട് കിടക്കുന്ന മുമ്പ് നമുക്ക് വേറൊരു കാര്യം പറഞ്ഞു തുടങ്ങാം. ലാലേട്ടന്റെ ഇന്ന് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോയ്ക്കകത്ത് ലാലേട്ടൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷോയുടെ ആ ഒരു സസ്പെൻസ് അല്ലെങ്കിൽ ക്ലൈമാക്സ് പൊളിക്കുന്ന കുറെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ എടുക്കും, പണി കിട്ടും എന്നാണ് ലാലേട്ടൻ ആ ഒരു വീഡിയോയിൽ പറയുന്നത്. വേറൊന്നുമല്ല, ഒരാൾ ഔട്ട് ആവുന്നതിന് മുമ്പ് തന്നെ അയാൾ ഔട്ടായി എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുക. അപ്പൊ ഷോ നേരിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി കിട്ടത്തില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ ആഴ്ച അബിയും സാബുമാനും കൂടെ ഫൈനലി വന്നു. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുക എന്താണ്, സാബുമാൻ ഔട്ട് ആവുന്നതായിരിക്കും. പക്ഷെ അബിയാണ് അവിടെ ഔട്ടായത്. ആ വീട്ടുകാരും ഞെട്ടേണ്ട പോലെ തന്നെ നമ്മൾ കണ്ടോണ്ടിരിക്കാൻ നമ്മളും ഞെട്ടേണ്ടതായിരുന്നു. പക്ഷെ ഞെട്ടിയില്ല. കാര്യം നമ്മൾ ഓൾറെഡി അറിഞ്ഞു അബിയാണ് എവിക്റ്റ് ആയി പോകുന്നത്. ആ ഷോ കാണുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു വികാരം ഇല്ലാതെ നമ്മൾ ക്ലൈമാക്സ് അറിഞ്ഞിട്ടാണ് കാണുന്നത്. ഞാൻ എപ്പോഴും അതിനെ എതിർക്കുന്ന ഒരാളാണ്. ഞാൻ ഇതുവരെ ഈ ഒരു ചാനലിൽ ഇതിന്റെ ഷോയുടെ എക്സ്ക്ലൂസിവിറ്റി കളയുന്ന ഒരു പരിപാടിയും ഞാൻ മുൻകൂട്ടി വന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. അത് ഇവർ എവിക്റ്റ് ആവുന്നതിന് ദിവസങ്ങൾ മുമ്പാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, ഇന്ന കാര്യങ്ങൾ നടക്കുമായിരിക്കും. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊന്നും അല്ല. അത് നമ്മുടെ ഒരു നിഗമനം പറയുന്നത് അത് കറക്റ്റായിട്ട് വരുന്നതെന്ന് മാത്രം. പക്ഷെ അതുപോലല്ല, ഇവിടെ കുറെ ചാനൽസ് ഉണ്ട്. ഈ അൻസിഫ് മൂൺലൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു പയ്യന്റെ ചാനലൊക്കെ ഉണ്ട്. ഇവൻ കറക്റ്റ് കാര്യം വന്ന് അതുപോലെ വന്നിട്ട് അങ്ങ് പറയുകയാണ്. ഇവൻ അതിന്റെ അകത്ത് ആളുകളായിട്ട് കോണ്ടാക്ട്സ് ഉണ്ടാവും. അത് വെച്ചിട്ട് അവിടുന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ് വന്നിട്ട് അവൻ വീഡിയോ ആക്കിയിട്ട് പറയുകയാണ്. അവനെ പോലെ വേറെയും ചാനൽസ് ഉണ്ട്. എനിക്ക് പെട്ടെന്ന് ആ പയ്യന്റെ പേര് മാത്രമേ കിട്ടുന്നത്. എന്നാൽ ഇതുപോലുള്ള ചാനൽസിന് പണി കിട്ടുമെന്നാണ് ലാലേട്ടൻ പറയുന്നത്. ചില്ലറ ടീംസ് അല്ലേ ഇവരുള്ള കാര്യം ഞാൻ പറയാം. ജിയോ ഹോട്ട്സ്റ്റാർ ആണെങ്കിലും ഏഷ്യാനെറ്റ് ആണെങ്കിലും ബിഗ് ബോസിന്റെ ഷോ നടത്തിപ്പുകാരാണെങ്കിലും ചില്ലറ ടീംസ് അല്ല, കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ആ ഒരു ഷോയുടെ ക്യൂരിയോസിറ്റി നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ കർശനമായിട്ട് അവർ നടപടി എടുക്കും. അത് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഈ മാതിരി പരിപാടി ചെയ്യുന്ന ടീംസ് ഇപ്പൊ തന്നെ നിർത്തിക്കൂ, അതാണ് നല്ലത്. ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പം എനിക്ക് ആരാണ് ഔട്ട് ആവുന്നതെന്ന് മുൻകൂട്ടി അറിയാൻ എനിക്ക് ഒരു താല്പര്യമില്ല. എനിക്ക് ഷോ കാണുമ്പോൾ ആ ഷോയിൽ നിന്ന് എനിക്ക് അറിയണം. അതാണ് എന്റെ ഒരു ഇൻട്രസ്റ്റ്. എന്നാലേ അതിന്റെ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. ആ ഒരു സാധനം കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹം. ഞാൻ ഇപ്പോൾ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോകത്തുള്ളൂ, അല്ലെങ്കിൽ പോവില്ല. കാര്യം ആ ഒരു മൂവിയുടെ കറക്റ്റ് ആയിട്ട് അതിരുന്ന് ആസ്വദിക്കണമെങ്കിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് പോകണം. അല്ലെങ്കിൽ നെക്സ്റ്റ് ഷോ തൊട്ട് ആ മൂവിക്കകത്ത് എന്തെങ്കിലും സസ്പെൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ പൊളിച്ചിട്ട് ഇവന്മാർ ഇൻസ്റ്റയിലും അതിവിടെ ഒക്കെ പോസ്റ്റ് ചെയ്യും അതെന്തൊക്കെയാണെന്ന്. ഇതേ സെയിം അവസ്ഥയാണ് ഇപ്പൊ ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോ താല്പര്യം ഇല്ലെങ്കിൽ പോലും ഇൻസ്റ്റയിലോട്ട് കാണാൻ കയറി വെറുതെ സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കണ്ണിന് വെറുതെ അറിയാതെ വന്ന് ഈ പോസ്റ്റ് വിടും. നമ്മൾ ഈ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്നതിന്റെ പേരിൽ നമ്മുടെ ഫീഡിലോട്ട് ഏറ്റവും കൂടുതൽ വരുന്ന പോസ്റ്റ് ബിഗ് ബോസിന്റെയാണ്. അപ്പോൾ ഏതെങ്കിലും പേജുകൾ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് ഇതുപോലെ ഇന്ന ആൾ എവിക്റ്റ് ആയെന്നും പറഞ്ഞുള്ള ഫോട്ടോസ് നമ്മുടെ കണ്ണുമ്പിൽ വന്ന് വിടും. നമ്മളും അങ്ങനെ അത് അറിയും. അല്ലെങ്കിൽ യൂട്യൂബിൽ കയറുന്ന സമയത്ത് തംബ്നെയിലായിട്ട് ഇതായിരിക്കും കൊടുക്കുന്നത്, ജിസൈൽ ഔട്ട്, ഒനീൽ ഔട്ട്, ഇതായിരിക്കും കൊടുക്കുന്നത് തംബ്നെയിലായിട്ട്. അങ്ങനെയും നമ്മൾ അറിയും. അപ്പൊ നമ്മൾ അറിയണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ പോലും പല രീതിയിൽ നമ്മൾ അറിയും എന്നുള്ളതാണ്. അന്നേരം ഈ ഒരു ചോർത്തൽ പരിപാടി ഇതിനകത്തുള്ളത് കൊണ്ടാണ് ഇങ്ങനെ അറിയുന്നത്. അപ്പം ഏഷ്യാനെറ്റ് ആണെങ്കിലും ജിയോ ഹോട്ട്സ്റ്റാർ ആണെങ്കിലും ഈ കണ്ടക്ട് ചെയ്യുന്ന ടീംസ്, നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ഈ ശുദ്ധി കലശം ആദ്യം തുടങ്ങേണ്ടത്. ഇവർക്ക് ഇതുപോലുള്ള ന്യൂസ് ചോർത്തി കൊടുക്കുന്ന ടീംസിനെ ആദ്യം പൊക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ട പരിപാടി. എന്നിട്ടാണ് ഇവർക്കെതിരെ തിരിയേണ്ടത്. ചോർത്തി കൊടുക്കാൻ അവിടെ ആളുണ്ടായിട്ടായിരിക്കണമല്ലോ ഇവർ ഇതുപോലെ വന്ന് കൃത്യമായിട്ട് ന്യൂസ് പറയുന്നത്. ഈ അനുമോളുടെ ബോയ് ഫ്രണ്ട് ജീവൻ, ഈ പയ്യൻ കേറുമെന്ന് എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുമ്പേ പറഞ്ഞ ചാനലുകളുണ്ട്. അന്നേരം ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ ന്യൂസ് കിട്ടുന്നത്? അഖിൽ മാരാർ കയറുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പല പേജുകളിലും. ഇതുവരെയുള്ള എല്ലാ സീസണിലും സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ ചോർത്തൽ പരിപാടി. ഇത് നിർത്തണം. അത് സത്യം പറഞ്ഞാൽ അതിനെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. ഒരു രീതിയിലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഷോയുടെ ആ ഒരു സൗന്ദര്യത്തെ നശിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇന്നത്തെ ജിസൈലിന്റെ എവിക്ഷൻ തന്നെ ആണെങ്കിൽ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് ഓൾറെഡി ജിസൈൽ ഔട്ട് ആവുമെന്ന് അറിയുന്നതിന്റെ പേരിൽ നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്നും തോന്നിയില്ല. ഓക്കെ, ജിസൈൽ ഔട്ടാണ്, മനസ്സിലായി. ഇങ്ങനെയുള്ള ടീംസ് ഒന്ന് സൂക്ഷിച്ചോ, പണി കിട്ടും, ഉറപ്പായിട്ടും പണി കിട്ടും. എനിക്ക് മുമ്പ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി പണ്ടാര തുടങ്ങിയ വ്യക്തിയാണ് ഞാൻ ക്യൂരിയോസിറ്റി നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. നമ്മൾ അതിനകത്ത് വീഡിയോ ആക്കാറുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അതും ഇല്ല. ആ ഒരു സ്ട്രൈക്ക് കിട്ടിയതിന് ശേഷം അതും കുറവാണ്. മുമ്പ് എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവന്മാര് പണി തരുമെന്ന്. കിട്ടിയ സമയത്താണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. അത് നമ്മൾ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. എല്ലാവരും കണ്ടതിന് ശേഷം നമ്മൾ നമ്മുടെ രീതിയിൽ ആ ഒരു സാധനത്തിന്, ആ ഒരു ഷോയെ അവതരിപ്പിച്ച് കാണിക്കുന്നു എന്ന് മാത്രം. എനിക്ക് ചിലപ്പോൾ കിട്ടുവാണെങ്കിൽ സ്ട്രൈക്ക് ആയിരിക്കും കിട്ടുന്നത്. ഇവർക്ക് കിട്ടുന്നത് അത് സ്ട്രൈക്ക് ആയിരിക്കത്തില്ല, അതിനേക്കാളും വലിയ സാധനം ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. കോമ്പൻസേഷൻ വരെ അടക്കേണ്ടി വരും. അപ്പോൾ
നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനകത്തോട്ട് പോകാം ഗൈസ്. ജിസൈലിന്റെ എവിക്ഷൻ എന്നുള്ളതല്ലാതെ ഷാനവാസിനെ ഒന്ന് വിരട്ടി വിട്ടു എന്നുള്ളതല്ലാതെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് പ്രത്യേകിച്ച് ഒന്നും എനിക്ക് പറയാൻ വേണ്ടിയിട്ടില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ബിന്നിയുടെ ക്യാപ്റ്റൻസിയെ പറ്റി സംസാരിക്കുന്നു, പിന്നെ അവിടെ നടക്കുന്ന അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ പറ്റി പറയുന്നു, എന്നിട്ട് ഏറ്റവും അവസാനം ജിസൈലിനെ പറഞ്ഞ് വീട്ടിൽ വിടുന്നു. ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. പറയാനുള്ള ടോപ്പിക്കുകളെല്ലാം ഇന്നലെ തന്നെ ഓൾറെഡി പറഞ്ഞ് തീർത്തതിന്റെ പേരിൽ ഇന്ന് ലാലേട്ടനെ ചോദിക്കാനോ പറയാനോ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അന്നേരം ഇന്നത്തെ എപ്പിസോഡ് തന്നെ അവർ പ്ലാൻ ചെയ്തേക്കുന്നത് ഒരു ക്യാപ്റ്റൻസി ടാസ്ക്, അത് കഴിഞ്ഞിട്ട് വളരെ നാടകീയമായിട്ട് ജിസൈലിനെ എവിക്റ്റ് ആക്കി വിടുക. അന്നേരം അതിനകത്ത് നല്ലൊരു ടൈം അവർ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ആദ്യം തൊട്ട് ഓരോ കാര്യങ്ങൾ നോക്കാം. ആദ്യം തന്നെ ബിന്നിയെ പൊക്കും, ബിന്നി എടുത്ത് ബിന്നിയുടെ ക്യാപ്റ്റൻസിയെ പറ്റി ചോദിക്കും. അന്നേരം ബിന്നി എണീറ്റ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ക്യാപ്റ്റൻസിയെ പറ്റി ഞാനല്ല പറയേണ്ടത്, മറ്റുള്ളവരാണ് പറയേണ്ടത് എന്ന് പറയും. അപ്പൊ ലാലേട്ടൻ ബാക്കിയുള്ള ആളുകൾ എടുത്ത് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു ബിന്നിയുടെ ക്യാപ്റ്റൻസി. അപ്പൊ ബിന്നിയുടെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് നെവിന്, ഷാനവാസ്, ലക്ഷ്മി, ആര്യൻ, അക്ബർ, ജിസൈല്, നൂറ, ആദില, അനുമോള്, സാബുമാൻ, ചുരുക്കം പറഞ്ഞ അനീഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും നല്ലതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും പേരാണ് ബിന്നിയുടെ ക്യാപ്റ്റൻസി സൂപ്പർ ആണെന്ന് പറഞ്ഞത്. ഈ സൂപ്പർ ആണെന്ന് പറഞ്ഞ ആൾക്കാരുടെ കൂട്ടത്തിൽ ഷാനവാസും ഉണ്ട്. എന്താണ് ഷാനവാസെ ബിന്നിയുടെ ക്യാപ്റ്റൻസിയുടെ അഭിപ്രായം എന്ന് ചോദിക്കുന്ന സമയത്ത് ഷാനവാസ് ഉണ്ടെന്ന് പറയുകയാണ്. ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബിന്നി കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു, അതുകൊണ്ട് ബിന്നിയുടെ ക്യാപ്റ്റൻസി അത്യാവശ്യം നല്ലതായിരുന്നു എന്നാണ് ഷാനവാസിന്റെ ഒരു വാദം. അപ്പൊ എനിക്ക് മനസ്സിലാത്ത കാര്യം അന്ന് ഇന്നത്തെ അടി നേരെ വെറുതെ ഈയോടെ പുറത്തുണ്ടാക്കിയതാണ്. ബിന്നിയുടെ ക്യാപ്റ്റൻസി കൊള്ളാമെന്ന് ഷാനവാസ് പറയുന്നു, ഇന്നലെ കൊള്ളില്ലെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അടി ഉണ്ടായത്. ആ ഒരു അടിയുടെ തുടക്കം അവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ ഈഗോ ഹേർട്ട് ആയതാണ് അവിടെ, മനസ്സിലായോ? ബിന്നി ചൊറിയാൻ വന്നപ്പം തിരിച്ചു ചൊറിഞ്ഞു. ഒരു കോണ്ടന്റ് മേക്കിംഗ് അത് തന്നെ. അതിനുശേഷം ലാലേട്ടൻ ഈ ഷാനവാസിന്റെ വീട്ടുകാരെ വിളിയെ പറ്റി സംസാരിക്കുകയാണ്. അപ്പൊ ഷാനവാസിന്റെ ഒരു മറുപടി ഉണ്ട്. അല്ല ലാലേട്ടാ, ഞാൻ എപ്പോഴും അങ്ങോട്ട് കയറി പറയാറില്ല, ഇവർ ഇങ്ങോട്ട് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് പറയാറുള്ളൂ എന്നാണ്. എനിക്ക് തോന്നുന്നു ഈ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നു. കാര്യം ഇങ്ങോട്ട് പറഞ്ഞതിന് ശേഷമാണ് പുള്ളി അങ്ങോട്ട് തുടങ്ങാറുള്ളത്. അത് ശരിയാണ്. ഇപ്പൊ ബിന്നിയുമായിട്ടുള്ള ലാസ്റ്റ് 2 ഇൻസിഡന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും ബിന്നിയാണ് ആദ്യം വീട്ടുകാരെ പിടിച്ചിടുന്നത്, ഇയാളുടെ ഭാര്യയെ പിടിച്ചിടുന്നത്. അനുമോളുമായിട്ടുള്ള ലാസ്റ്റ് ഫൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അനുമോളാണ് ആദ്യം ഷാനവാസിന്റെ വീട്ടുകാരെ പിടിച്ചിടുന്നത്. അപ്പൊ ഷാനവാസ് തിരിച്ചു വിളിച്ചു. അത് സംഭവം ശരിയാണ്, ആ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇതിന് മുമ്പ് ഒരു കാര്യമില്ലാതെ അക്ബറിന്റെ തന്തയ്ക്കൊക്കെ എന്തോരം തവണ വിളിച്ചു ഈ ഷാനവാസ്. അനീഷിന്റെ തന്തയ്ക്ക് വിളിച്ചു, എത്രയോ ആൾക്കാരുടെ തന്തയ്ക്ക് വിളിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയെടുത്ത് ഒന്നും പറയാൻ പറ്റില്ല. അതിന് മുമ്പേ നീ നിന്റെ വീട്ടിൽ പോയിരിക്കുന്നവരെ പറയടാ, അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ പന്തേ പോയി വിളിയടാ. ഈ ഒരു രീതിയാണ് പുള്ളി സംസാരിക്കുന്നത്. ലാലേട്ടനാണെങ്കിൽ ഇരുത്തി അങ്ങ് മാറ്റിക്കും. ഷാനവാസിന്റെ അടുത്ത് പറയാണ്, ഷാനവാസ് ഇത് മാറ്റിയിട്ട് അപ്പനോ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ അല്ലെങ്കിൽ അമ്മാവന്മാർക്കോ അവരെയൊക്കെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി വിളിക്കുക, അല്ലാതെ ഈ വിളിച്ചോണ്ടിരിക്കുന്നവരെ മാത്രം വിളിക്കാതെ അവരെയും കൂടെ ചേർന്ന് വിളിക്കാൻ. ഷാനവാസ് അവിടെ അളിയുവാണ്, ഇന്നങ്ങ് അളിയുവാണ്. അതിനുശേഷം ലാലേട്ടൻ ചോദിക്കുകയാണ്, ഷാനവാസ് വീട്ടുകാരെ പറയാത്ത ആരെങ്കിലും അവിടെ ഉണ്ടോ? അന്നേരം നമ്മുടെ സാബുമാൻ ചാടി എണീക്കുന്നുണ്ട്, അതുപോലെ തന്നെ നൂറയും കൈവെക്കുന്നുണ്ട്. അതിന് റീസൺ ഒന്നേ ഉള്ളൂ. ഒന്ന്, സാബുമാൻ ആരുമായിട്ട് ഉടക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ സാബുമാന്റെ വീട്ടുകാരെ പറയേണ്ട ഒരു ആവശ്യകത അവിടെ ആർക്കും വന്നിട്ടില്ല. അവിടെ ഒരു സാഹചര്യം പുള്ളിക്കാരൻ ഉണ്ടാക്കിയിട്ടില്ല. 2, ആദില നൂറയുടെ കേസ് കേട്ട് ഷാനവാസിന് നല്ല ഉത്തമ ബോധ്യമുണ്ട്. ആദിലയുടെ നൂറയുടെയും വീട്ടുകാരെ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടുകാരെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാരക നെഗറ്റീവിലോട്ട് പോകുമെന്ന് ഷാനവാസിന് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് ഷാനവാസ് അവിടെ ഇവരോട്ട് ഉടക്കുമ്പോൾ പോലും ഷാനവാസ് അവിടെ കെയർ എടുത്തിട്ടാണ് സംസാരിക്കാറുള്ളത്. അപ്പൊ ഷാനവാസിന്റെ ഇതൊരു ഇൻവോളണ്ടറി ആയിട്ട് വരുന്ന ഒരു ആക്ഷൻ ഒന്നുമല്ല. ഷാനവാസ് അന്നേരം മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ വീട്ടുകാരെ വിളിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വിളിക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഷാനവാസ് ഈ ആദിലയുടെ നൂറയുടെ ഒക്കെ വീട്ടുകാരെ വിളിച്ചു പോയനെ. അപ്പൊ ഷാനവാസിന് അറിയാം ഇവർക്ക് ഫാമിലി ഇല്ല, ഇവർ വീട്ടുകാരുടെ ഉടക്ക് നിൽക്കുന്നവരാണ്. ഇപ്പൊ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ വേറെ രീതിയിൽ സാധനം പോകും എന്ന് കൃത്യമായിട്ട് അറിയുന്നതിന്റെ പേരിൽ ഷാനവാസ് അവരെ വിളിക്കാൻ നിന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനീഷിന്റെ അടുത്ത് ക്യാപ്റ്റനെ പറ്റി ചോദിക്കും. അനീഷ് എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി? അനീഷിന്റെ സ്ഥിരം ഡയലോഗ് റെക്കോർഡിൽ വെച്ചേക്കണം തോന്നുന്നു, ഏറ്റവും മോശപ്പെട്ട ഒരു ബിന്നി അതിന് അനീഷ് തൊഴുത് കാണിക്കുന്നതിന്റെ തൊട്ട് തൊഴുത് കാണിക്കുന്നുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അനീഷ് ഒരേ ഒരാളുടെ ക്യാപ്റ്റൻസി മാത്രമാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുള്ളത്, അത് അഭിലാഷിന്റെയാണ്. അതിന്റെ റീസൺ, അഭിലാഷ് ആ ഒരു എപ്പിസോഡിൽ അനീഷ് നല്ല രീതിയിൽ വെസല് കഴിപ്പിച്ച് എല്ലാരെയും കൊണ്ട് നല്ല ക്ലീൻ ആക്കി വെച്ചു എന്ന് ഇത് തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു. അതിനുശേഷമാണ് ലാലേട്ടൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്, അഭിലാഷിന്റെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അത് അഭിലാഷിന്റെ ക്യാപ്റ്റൻസി അത്ര വെടുപ്പൊന്നും ആയിരുന്നില്ലെങ്കിൽ പോലും അനീഷിനെ അന്ന് പൊക്കി അടിച്ചതിന്റെ പേരിൽ അനീഷ് തിരിച്ച് അഭിലാഷിന്റെ ക്യാപ്റ്റൻസി നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അല്ലാതെ ഇതുവരെ അനീഷ് ആരെടുത്തും നല്ല ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് ലാലേട്ടന് അറിയാം. അതുകൊണ്ടാണ് ഈ ക്യാപ്റ്റൻസിയെ പറ്റി ചോദിക്കുമ്പോൾ ആദ്യം തന്നെ അനീഷിന്റെ അടുത്ത് ചോദിക്കുന്നത്, അനീഷ് ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു? അനീഷിന്റെ മറുപടി ഭയങ്കര പ്രിഡിക്റ്റബിൾ ആണ്, ഏറ്റവും മോശപ്പെട്ട ക്യാപ്റ്റൻ. ഇതാണ് എല്ലാവരും റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാണ്, ഓരോ ആഴ്ചയിലും ഏറ്റവും മോശപ്പെട്ട ക്യാപ്റ്റൻ. അതിനുശേഷം അനീഷിന്റെ ചപ്പാത്തി കുഴച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്റ്റോർ റൂമിൽ വെല്ലടിച്ചപ്പോൾ അവിടുന്ന് പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട്, കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഓടിയ ആ ഒരു സംഭവം എടുത്തിടുകയാണ്. അപ്പോൾ അക്ബർ എണീറ്റ് എന്ന് പറയുന്നുണ്ട്, ബിന്നി എണീറ്റ് എന്ന് പറയുന്നുണ്ട്. ഇവര് പറയുന്നതിനകത്ത് ഒരു
കഴമ്പും ഇല്ല ലാലേട്ട എന്നും പറഞ്ഞ് അനീഷ് എണീറ്റെന്ന് പറയുകയാണ്. അനീഷിന്റെ രീതിയിൽ കുറെ എക്സ്പ്ലനേഷൻ. ലാലേട്ടന് ഒന്നും ചോദിക്കാനില്ല ഇവരുടെ അടുത്ത്, അല്ലെങ്കിൽ ലാലേട്ടനായിട്ട് എന്തെങ്കിലും ഒരു മറുപടി പറയാനില്ല. ലാലേട്ടൻ ഇങ്ങനെയുള്ള വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത് വളരെ സില്ലി ആയിട്ട് ഒരു കോണ്ടന്റ് പോലും ആക്കാൻ അർഹിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു വേറെ സീസൺ അങ്ങനെ ആയിരുന്നെങ്കിൽ കട്ട് ചെയ്ത് വിളയെ തള്ളേണ്ട കോണ്ടന്റ് ആണ് ഈ ഒരു സീസണിൽ മെയിൻ എപ്പിസോഡിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലൈവ് ഒക്കെ കാണുന്നത് വെറുതെയാണ്, ലൈവ് ഒക്കെ വെറും ഡ്രൈ ആണ്, ലൈവിനകത്ത് ഒരു കോണ്ടന്റും ഇല്ല. ഈ 1.5 മണിക്കൂർ എപ്പിസോഡിനകത്ത് പോലും കോണ്ടന്റ് ഇല്ല, പിന്നെ എങ്ങനെയാണ് ലൈവിനകത്ത് കോണ്ടന്റ് വരുന്നത്? എന്നിട്ട് ഏറ്റവും അവസാനം ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്, സൂക്ഷിച്ച് കളിക്കൂ എല്ലാവരും, നിങ്ങൾ ഈ സ്പൈക്കുട്ടം വന്നില്ല, ചപ്പാത്തിയിൽ മാവ് വഴഞ്ഞില്ല, അതൊക്കെ കളയൂ, എന്നിട്ട് അല്ലാതെ കളിക്കൂ എന്ന് പറഞ്ഞു. പുള്ളിക്ക് തന്നെ ഇത് പറയാൻ താല്പര്യമില്ല. എന്തിനാണ് ഇങ്ങനെ, എന്തിന് നമുക്കും ഇത് കേൾക്കാൻ താല്പര്യമില്ല. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാര്യമുള്ള കാര്യത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല ഇവർ അടി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരു വെറും ബാലിശമായ റീസൺസ് ആണ് അടി ഉണ്ടാവുന്നതിന്റെ. അതിനുശേഷം ക്യാപ്റ്റൻസിയെ പറ്റി ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഒരു ഡയലോഗ്. ഒരു ഗുണമില്ലാത്ത ടീംസിനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ക്യാപ്റ്റൻസി ടാസ്കിലോട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. ഇതിന് സമാനമായിട്ടുള്ള ഡയലോഗാണ് ലാലേട്ടൻ ഈ എപ്പിസോഡിൽ വന്ന് അടിക്കുന്നത്. ഒരു ഗുണമില്ലാത്ത ആളുകൾക്ക് ആണോ നിങ്ങൾ ക്യാപ്റ്റൻസി ടാസ്ക് കൊടുക്കുന്നത്, ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുക്കുന്നത്? അതിന് വേണ്ടിയിട്ടാണോ എന്ന് പറഞ്ഞ് ലാലേട്ടൻ ഇവരുടെ അടുത്ത് ചോദിക്കുകയാണ്. ഈ വട്ടം ക്യാപ്റ്റൻസി ടാസ്കിലോട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികളെല്ലാവരും സ്ത്രീകളാണ്. ജിസൈല്, ആദില ആൻഡ് ലക്ഷ്മി, 3 പേരും. അപ്പോ അനീഷിന്റെ അടുത്ത് എഗെയിൻ ലാലേട്ടൻ ചോദിക്കുകയാണ്, അനീഷ് എന്തുകൊണ്ട് സ്ത്രീകളെ മാത്രം ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തെരഞ്ഞെടുത്തു? അനീഷ് സ്ഥിരം ഡയലോഗ് എഗെയിൻ എനിക്കിത് പറയുന്നു, അതും ഒരു ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന്. ഇവന്റെ ഈ ഡയലോഗ് കേട്ടിട്ട് ലാലേട്ടൻ തന്നെ കുനിഞ്ഞു ചിരിക്കുകയാണ്. സ്ത്രീകളെ മാത്രം എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് അനീഷ് നോമിനേറ്റ് ചെയ്ത വ്യക്തികൾ ആരൊക്കെയാണ്? നൂറയും ജിസയിലും. ഈ ആദിലെ തള്ളി പറയാൻ വേണ്ടിയിട്ട് അനീഷ് അവിടെ നൂറയെ പൊക്കി പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നൂറയാണ് പുള്ളി നോമിനേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോ ആദിലേക്കാളും എന്തുകൊണ്ടും ക്യാപ്റ്റൻ ആവാൻ ഡിസേർവിങ് നൂറയാണ് എന്നുള്ള രീതിയിൽ അവിടെ സംസാരിക്കുന്നുണ്ട്. ആദിലെ വെറും പാഴാണ് എന്നാണ് അനീഷ് പറയുന്നത്. അപ്പൊ ആദിലെ തള്ളി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും നൂറയെ പൊക്കി പറയുന്നത് കേട്ടപ്പോൾ നൂറയ്ക്ക് വലിയൊരു സന്തോഷം. അനീഷ് ഏട്ടൻ എന്നെ പറ്റി നല്ലത് പറഞ്ഞു. കാര്യം പുള്ളിയുടെ വായി നല്ലത് കേൾക്കാൻ വലിയ പാടാണ്, മനസ്സിലായോ? അതിനുശേഷം ഓരോരുത്തരടുത്തും ആര് ക്യാപ്റ്റൻ ആവാനാണ് ആഗ്രഹം എന്നൊക്കെ ചോദിക്കും. അന്നേരം ആര്യം വന്നിട്ട് ആദിലയുടെ പേര് പറയും. ആദില നല്ലതായിരിക്കും, ആദിലേക്ക് നല്ല രീതിയിൽ കൊട്ടാൻ അറിയാം, ആൾക്കാരുടെ അടി ഉണ്ടാക്കാതെ ആ ഒരു സാധനം കറക്റ്റ് പോയിന്റ് പറഞ്ഞ് ടാക്കിൾ ചെയ്യാനുള്ള ഒരു കഴിവ് ആദിലേക്ക് ഉണ്ട്. എന്നിട്ട് അക്ബറുടെ അടുത്ത് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നത് ജിസയിൽ നല്ലൊരു ക്യാപ്റ്റൻ ആവാനുള്ള വ്യക്തിയാണ്, കുറച്ച് അനാവശ്യ ഹ്യൂമാനിറ്റി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജിസയിൽ നല്ലൊരു ക്യാപ്റ്റൻ ആണെന്നാണ് പറയുന്നത്. അങ്ങനെ ഏറ്റവും അവസാനം ഇവർക്ക് ക്യാപ്റ്റൻസി ടാസ്ക് കൊടുക്കുകയാണ്. അത് 1.5 ഒരു കറക്കൻ ടാസ്ക് ആണ് കൊടുത്തത് കേട്ടോ. അവിടെ ഒരു റിബൺ ചുറ്റി വെച്ചിട്ടുണ്ട്. ഈ റിബൺ ഇവരുടെ അരയെ കെട്ടിയിട്ട് ഇവർ തന്നെ കടന്ന് കറങ്ങി ആ റിബൺ ഫുൾ എടുത്തിട്ട് അവിടെ ഒരു കൊടി കുത്തിയിട്ടുണ്ട്. ആ കൊടി കുത്തിയേക്കുന്ന സാധനം എടുത്ത് അടുത്തിരിക്കുന്ന ആ ബൗളിനകത്ത് മണ്ണിനകത്ത് കുത്തി വെക്കുക. ആരാണോ ആദ്യം ചെയ്യുന്നത് അയാളാണ് വിജയിക്കുന്നത്. ഇങ്ങനെ നടന്ന് കറങ്ങുമ്പോൾ തല കറങ്ങും. ലക്ഷ്മിയും അതിൽ ഏതാണ്ട് ഒരേ സമയമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ ഒരു കറങ്ങി ആ ഫുള്ള് റിബണും ദേഹത്ത് ചുറ്റുന്നത്. പക്ഷേ ലക്ഷ്മിക്ക് തല ചുറ്റിപ്പോയി. ലക്ഷ്മിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് മനസ്സിലായില്ല. പക്ഷെ ആദില കറക്റ്റ് ആയിട്ട് ഓടി വന്നെടുക്കും. ജിസേലാണ് അവിടെ പോയി മൂക്കുകുത്തി വീഴുകയും ചെയ്യും. അങ്ങനെ പുതിയ ക്യാപ്റ്റൻ ആവുന്നത് ആദിലയാണ് ഗൈസ്. അതിനുശേഷം ജയിൽ നോമിനേഷനെ പറ്റി ചോദിക്കും. എഗെയിൻ അനീഷ്. എല്ലാ ഈ വട്ടം എനിക്കൊന്ന് അനീഷിൽ നിന്നാണ് തുടങ്ങുന്നത്. ഈ വട്ടത്തെ ജയിൽ നോമിനേഷന്റെ 2.5 മണിക്കൂർ നിങ്ങൾ എടുത്തു എന്നൊക്കെ ലാലേട്ടൻ വന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് സമയം എടുത്തിട്ടാണ് ഈ വട്ടം ഓരോരുത്തർ ജയിൽ നോമിനേറ്റ് ചെയ്തത്. അനീഷും ഷാനവാസാണ് ഈ വട്ടം ജയിലിൽ പോയേക്കുന്നത്. അപ്പൊ അതിനുള്ള റീസൺ എന്തുകൊണ്ടാണെന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. ജയിൽ നോമിനേഷനെ പറ്റി ചോദിച്ചതിന് ശേഷം നമ്മുടെ ഷാനവാസിനെ അനീഷിനെ പിന്നെ എടിപ്പിച്ച് നിർത്തിയിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ ഇപ്പോഴും സുഹൃത്തുക്കൾ തന്നെ അല്ലേ? അനീഷ് പറയും, ചില ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ഞങ്ങൾ ഇപ്പോഴും സുഹൃത്തുക്കളാണ്. പക്ഷെ ആ പറയുന്നതിനകത്ത് വലിയൊരു ആത്മാർത്ഥത എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു. നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ലാലേട്ടന് ഒന്നും പറയാനില്ല. ലാലേട്ടന് ചോദിക്കാൻ മാത്രമേ ഉള്ളൂ. ഓരോ കാര്യങ്ങൾ എടുത്ത് ചോദിക്കുക. നമ്മൾ കേട്ട കാര്യങ്ങൾ തന്നെ അവരിങ്ങനെ വീണ്ടും വീണ്ടും പറയും. ഒരു നോർമൽ എപ്പിസോഡിനകത്ത് ലാലേട്ടനോട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ നല്ലൊരു വീക്കെൻഡ് എപ്പിസോഡായിട്ടൊന്നും എനിക്ക് ഈ ഒരു എപ്പിസോഡിനെ പ്രത്യേകിച്ച് ഫീൽ ചെയ്തില്ല. അതിനുശേഷം ഷാനവാസിന്റെ മാവേർ ഇഷ്യൂ, പിന്നീട് ദേഹത്ത് മാവ് എടുത്തതിനെ പറ്റി ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അടി നടക്കാനുള്ള സാഹചര്യം ഷാനവാസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സാഹചര്യം ലീഡ്സ് ടു മാവേർ. അതും നമ്മടുത്ത് പറഞ്ഞ പോലെ തന്നെ വീണ്ടും ലാലേട്ടനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാലേട്ടന് വേണമെങ്കിൽ ഇവന്റെ ഡബിൾ സ്റ്റാൻഡ് അവിടെ പൊളിക്കാമായിരുന്നു. ഈ മാനിപ്പുലേഷൻ പരിപാടി അവിടെ പൊളിക്കാമായിരുന്നു. ആ മാവ് എടുത്ത് എറിഞ്ഞ വിഷ്വൽസ് എടുത്ത് അവിടെ ഇട്ട് കാണിച്ചിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. ആ ഒരു അടി നല്ലൊരു കോണ്ടന്റ് ആക്കാനുള്ള, വീക്കെൻഡ് എപ്പിസോഡിൽ കോണ്ടന്റ് ആക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ക്രിയേറ്റേഴ്സ് അത് യൂട്ടിലൈസ് ചെയ്തില്ല. ഷാനവാസാണ്ട് ഇതുകൂടെ കൂട്ടി 3ാമത്തെ വട്ടമാണ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇങ്ങനെ ആക്കിയ സമയത്ത് എറിഞ്ഞു എന്ന് പറയത്തില്ല, മനഃപൂർവ്വം എറിഞ്ഞത് തന്നെയാണ്. അത് ഇങ്ങനെ ആക്കിയ സമയത്ത് തെറിച്ചു പോയി. ലാലേട്ടൻ അത് കേട്ടോണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നും ചോദിക്കത്തൊന്നുമില്ല. 2 തുള്ളി മാത്രം പോയി വീണതിന്റെ പേരിലായിരിക്കാം ചോദിക്കാഞ്ഞത്. 2 തുള്ളി ആണെങ്കിലും 1 തുള്ളി ആണെങ്കിലും അതിനകത്ത് അത് ആ തവിക്കകത്ത് മാവുണ്ട്. ആ മാവ് മറ്റാളുടെ ദേഹത്ത്
വീഴണം എന്നുള്ള ഇന്റൻഷനോട് കൂടി തന്നെയാണ് ഷാനവാസ് അത് ചെയ്യുന്നത്. അത് തെറ്റ് തന്നെയാണ്. അതിനുശേഷം ലക്ഷ്മി എണീറ്റ് നിന്നിട്ട് ലക്ഷ്മിയെ എടി ബോഡി എന്ന് വിളിക്കുന്നതിനെ പറ്റി പറയും. അവിടെയും ലാലേട്ടൻ എന്താ ഷാനവാസെ എടി ബോഡി എന്ന് വിളിക്കുന്നത്, അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നൊന്നും പറയത്തില്ല, നീ വിളിച്ചോടാ എന്നുള്ളൊരു മട്ടിലാണ് ലാലേട്ടനോട് നിന്നതുപോലെയാണ് എനിക്ക് തോന്നിയത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെറി വിളിക്കാൻ പറ്റില്ല, എടി ബോഡി എന്ന് പോലും വിളിക്കാൻ പറ്റില്ല, പിന്നെ അതിനെ അടിയുണ്ടാക്കുന്ന സമയത്ത് വേറെ എന്ത് വിളിക്കാൻ പറ്റും, പരമാത്മാവിന്ന് വിളിക്കാൻ പറ്റുമോ? അടിയുണ്ടാകുന്ന സമയത്ത് എടി ബോഡി എന്നൊക്കെ വിളിക്കും, അതിനൊന്നും കാര്യമൊന്നുമില്ല. അതൊന്നും കേൾക്കാൻ പറ്റാത്തവരൊക്കെ വീട്ടിൽ ഇരുന്നാൽ മതി, കാര്യമൊന്നുമില്ല. ഇത് ബിഗ് ബോസ് ഷോയാണ്. പിന്നെ നിന്നെയൊക്കെ ഇനി എടി ബോഡി എന്നല്ലാതെ പിന്നെ മോളേന്ന് കൂട്ടിച്ചേർത്ത് വിളിക്കാം, അല്ലാതെ ലക്ഷ്മി തമ്പുരാട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ വിളിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. നിന്നെ വിളിക്കോടി, ഇനിയും വിളിക്കോടി, പിന്നല്ലാതെ അത്രേ ഉള്ളൂ. അതിനകത്തൊക്കെ നമ്മൾ 100% ഷാനവാസിന് സപ്പോർട്ട്. അതിനുശേഷം ഷാനവാസിന്റെ മറുപടി, ഇന്ന് വരെ ലക്ഷ്മിയുടെ അടുത്തോട്ട് പ്രൊവോക്ക് ചെയ്യാനോ ലക്ഷ്മിയുടെ അടുത്തോട്ട് പ്രശ്നം ഉണ്ടാക്കാനോ പോയിട്ടില്ല എന്നാണ് ഷാനവാസ് പറയുന്നത്. പക്ഷെ എത്രയോ തവണ ഷാനവാസ് അങ്ങോട്ട് പോയി ലക്ഷ്മിയെ ചൊറിയുന്നത് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു എപ്പിസോഡിന് സോഫയിൽ കാലം കയറ്റി വിടുന്ന സമയത്ത് ലക്ഷ്മി തമ്പുരാട്ടി 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 എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അവിടെ ചൊറിയുന്നുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും രാത്രിയിൽ. അതിന് ലക്ഷ്മി ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. ഇതൊക്കെ പിന്നെ ഷാനവാസ് അങ്ങോട്ട് പോയി ചൊറിയുന്നല്ലേ ഷാനവാസ് എത്രയോ വട്ടം അങ്ങോട്ട് പോയി ചൊറിയുന്നുണ്ട്. ഷാനവാസ് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് മറിക്കുവാണ്. ഇപ്പൊ ബിന്നി പറയുന്നുണ്ട് ആ ഒരു അടിയിൽ ബിന്നിയെ ആണ് ഷാനവാസ് ആദ്യം അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്തതെന്ന്. ആ ലൈവ് കണ്ട ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ജയിലിൽ കിടന്ന ഷാനവാസിനെ അതിന്റെ പുറത്ത് പോയിട്ട് അങ്ങോട്ട് കയറി ചൊറിയുന്നത് ബിന്നിയാണ്. ആദ്യത്തെ വട്ടം ഇവര് വലിയ കാര്യമൊന്നും കൊടുക്കാതെ അങ്ങ് വിടും, പിന്നെയും അങ്ങോട്ട് പോയി ചൊറിയും. ബിന്നിക്ക് ഷാനവാസിനെ കാണുമ്പം ചൊറിച്ചിലുള്ളതാ, അത് ഉള്ളതാ, നല്ല രീതിയിലുള്ളതാ. അതിനകത്തിട്ട് ബിന്നി ഇളക്കാൻ നിൽക്കണ്ട. ബിന്നി പറയുന്നത് ബിന്നി അങ്ങോട്ട് പോയി പ്രൊവോക്ക് ചെയ്തതാണെന്ന്. ഒരു ഇതുമില്ല. ജയിലിൽ കിടക്കുന്ന ആളെ സന്ദർശന സമയത്ത് മാത്രമാണ് കാണാൻ പറ്റുന്നത്. അത് ക്യാപ്റ്റൻ ആണെങ്കിലും ഏത് കോമലേരത്തെ തമ്പുരാട്ടി ആണെങ്കിലും ഇത് അങ്ങോട്ട് പോയി ചൊറിഞ്ഞിട്ട് മേടിച്ചു കൂട്ടിയല്ലേ. അതിനൊന്നും നിനക്കത് ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ നിന്റെ കൈ തന്നെ ഇരുന്നോട്ടോ, കാര്യമൊന്നുമില്ല. എന്നിട്ട് ഇന്നും മറ്റേ കാർഡ് എടുത്തിട്ട് പെണ്ണായതുകൊണ്ട് പെൺ ക്യാപ്റ്റൻ ആയതുകൊണ്ട് റെസ്പെക്ട് തരുന്നില്ല, അതുകൊണ്ട് എടി പൊടി എന്ന് വിളിക്കുന്നു. ഇവിടെ എന്തിനാണ് ഇതിനകത്ത് ഈ വുമൺ കാർഡ് ഇറക്കാൻ നിൽക്കുന്നത്? വൃത്തികെട്ട വുമൺ കാർഡ്. പെണ്ണായതുകൊണ്ട് അയാള് നിന്നെ നോമിനേറ്റ് ചെയ്തു ക്യാപ്റ്റൻസി ടാസ്കിലോട്ട്. നിന്റെ ക്യാപ്റ്റൻസി നല്ലതാണെന്നും പറയുന്നുണ്ട് ലാലേട്ടന്റെ മുന്നിൽ. അത് ഗെയിം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവിടെ ഒരു പെണ്ണായതുകൊണ്ട് റെസ്പെക്ട് തരുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് കോൺടെസ്റ്റ് കംപ്ലീറ്റ് മാറി. അവിടെ പെണ്ണായതുകൊണ്ടല്ല, ബിന്നി ആയതുകൊണ്ട് റെസ്പെക്ട് തരുന്നില്ല എന്ന് വേണമെങ്കിൽ പറ. അല്ലാതെ പെണ്ണായി ഇതുകൊണ്ട് റെസ്പെക്ട് തരുന്നില്ല, ഈ കംപ്ലീറ്റ് പെണ്ണുങ്ങളുടെയും കൂടെ അങ്ങ് മോൾ ഒറ്റയ്ക്ക് അങ്ങ് എടുക്കാൻ നിൽക്കല്ലേ ബിന്നി. ഇത് ലാലേട്ടൻ ചോദിക്കണ്ട, ഞാൻ ചോദിക്കുന്ന പോലെ അതൊന്നല്ലോ ലാലേട്ട. എന്താണ് ലാലേട്ട അങ്ങോട്ട് ചോദിച്ചുകൂടെ? ഇതൊക്കെ പെണ്ണായതുകൊണ്ട് ഉണ്ടാക്കിയില്ല പോലും. ഇതിനുശേഷം ബിന്നി പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ കെട്ടിയോൻ പെൺകോന്തനാണെന്ന് ഷാനവാസ് പറഞ്ഞു. അതിനുശേഷമാണ് ഷാനവാസിന്റെ വീട്ടിൽ ഇരിക്കുന്നവരെ ബിന്നി വിളിച്ചതെന്ന്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വീട്ടുകാരെ വിളിച്ച് ആദ്യം തുടങ്ങുന്നത് ബിന്നിയാണ്. വീട്ടുകാരെ ഈ ഒരു സാധനത്തിനകത്തോട്ട് ഉൾപ്പെടുത്തി ആദ്യം തുടങ്ങുന്നത് ബിന്നിയാണ്. അതിനുശേഷമാണ് ഈ രണ്ടടിയിൽ ലാസ്റ്റ് ബിന്നിയായിട്ട് നടന്ന രണ്ടടിയിലും ഷാനവാസ് ഈ നൂബിനെ പെൺകോന്തൻ എന്ന് വിളിച്ചത് ശരിയാണെന്ന് ഞാൻ പറയുമല്ല, വിളിച്ചത് തെറ്റാണ്. പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ബിന്നി നേരെ ഉൾട്ടടിച്ചാണ് പറയുന്നത്. ഈ നൂബിനെ പെൺകോന്തൻ എന്ന് വിളിച്ചതിന് ശേഷമാണ് ബിന്നി ഷാനവാസിന്റെ വീട്ടുകാരെ തിരിച്ച് വിളിച്ചതെന്നാണ്. പക്ഷെ അങ്ങനല്ല, ബിന്നി വിളിച്ചതിന് ശേഷമാണ് ഷാനവാസ് അവിടെ പറഞ്ഞത്. പക്ഷെ ബിന്നി ഒരു തെറിയായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാക്ക് വെച്ചിട്ടോ അവരുടെ വീട്ടുകാരെ വിളിച്ചിട്ടില്ല. പക്ഷെ ആ സബ്ജക്ട് എടുത്തിട്ടത് ബിന്നിയാണ്. എന്നാൽ ഷാനവാസ് അവിടെ അങ്ങേരെ പെൺകോന്തൻ എന്ന് വിളിച്ചത് വളരെ മോശമായിട്ടുള്ള പരിപാടി തന്നെയാണ്. ഇവിടെ ബിന്നി ചെയ്തതും കുറ്റമാണ്, ഷാനവാസ് ചെയ്തതും തൊട്ടിത്തരമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇവര് ഒരാളെ പോലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളെ തന്നെ തിരിഞ്ഞു കടിക്കും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. കാര്യം എല്ലാ എണ്ണവും കച്ചറകൾ, അങ്ങനെ തന്നെ പറയണം, വേസ്റ്റുകളാണ്. ഒരു തരത്തിലുള്ള ക്വാളിറ്റി ഇല്ലാത്ത കുറെ എണ്ണങ്ങൾ. ഇവരൊക്കെ സീരിയൽ ഫീൽഡിലൊക്കെ നിൽക്കുന്ന ആളുകളല്ലേ. ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം മാനേഴ്സ് ഒക്കെ ഇതിനൊക്കെ ഉണ്ടാവുമെന്ന്. ഒരു ഡോക്ടറുടെ മാനേഴ്സ് ബിന്നി കാണിക്കുന്നില്ല. 15 കൊല്ലം സീരിയൽ ആക്ടറായിട്ട് അഭിനയിച്ച ആളാണ് ഷാനവാസ്. അതിന്റെ ഒരു 15% മാനേഴ്സ് പോലും ഷാനവാസിനില്ല. വെറും ക്യാരക്ടർ ലെസ് ആയിട്ടുള്ള ആളുകളാണ്. ഇവരിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? പ്രേക്ഷകർ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഈ വട്ടം ആർക്കാണ് കപ്പ് കൊടുക്കുന്നത്? ഈ വട്ടം ആരാണ് ഈ കപ്പിന് ഡിസേർവിംഗ് ആയിട്ടുള്ളത്? ഈ ആർക്ക് കപ്പ് കൊടുത്താലും ഒരു വാഴ, ഒരു കച്ചറ കപ്പ് തൂക്കിയെന്ന് എനിക്ക് പറയാനുള്ളൂ. ആർക്ക് കപ്പ് എടുത്ത് പോയി കൊടുത്താലും, ഇനി അനുമോള് കപ്പെടുത്താലും അനീഷ് കപ്പെടുത്താലും പിന്നെ ഷാനവാസ് കപ്പെടുത്താലും ഒരു കച്ചറയുടെ കയ്യിൽ കപ്പ് കിട്ടി, അവിടെ കച്ചറ കപ്പുമായിട്ട് പോകുന്നു എന്നെ പറയാനുള്ളൂ. ജിൻഡോയ്ക്ക് ശേഷം വേറൊരു കച്ചറ. എന്നാൽ ജിൻഡോയുടെ അത്രയും വരത്തില്ല. ഇതെല്ലാം കേട്ടിട്ട് ലാലേട്ടൻ തന്നെ ഇവരുടെ അടുത്ത് പറയാണ്, എനിക്കൊന്ന് നാണം കെട്ടിട്ട് ഇവനൊക്കെ തൊലി ഉരിഞ്ഞു പോട്ടെ എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ പറയുന്നത്. നീയൊക്കെ ചെയ്യുന്നതെല്ലാം, നിങ്ങൾ ചെയ്യുന്നതെല്ലാം, നിങ്ങൾ കാണിക്കുന്നതെല്ലാം നാട്ടുകാർ ജനങ്ങൾ കണ്ടോണ്ടിരിക്കുകയാണ്. അതെങ്കിലും കേട്ടിട്ട്, ആ പറയുന്ന കേട്ടിട്ടെങ്കിലും, ആ ലാലേട്ടൻ
ലാലേട്ടന്റെ മുഖത്ത് ആ എക്സ്പ്രഷനകത്തുണ്ട്, നീയൊക്കെ എന്തുമാത്രം വൃത്തികെട്ട ഡേർട്ടി ഗെയിമാണ് കളിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഈ കണ്ടസ്റ്റൻസിന് തോന്നണ്ടേ ഇത് നമ്മുടെ സീസൺ ആണ്, ആ ഒരു സീസൺ ഒരു അപരാധ സീസൺ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് ഇവർക്ക് ശ്രമിച്ചൂടെ? ഇവരിപ്പോഴും എനിക്ക് കിട്ടിയില്ല നിനക്കും കിട്ടണ്ട, എന്നെ വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും, നീ വേസ്റ്റ് വാരി എറിഞ്ഞാൽ ഞാനും വേസ്റ്റ് വാരി എറിയും, ഈ ഒരു ലൈനിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് എവിക്ഷൻ വരുന്നത്. ആദ്യം ടാസ്ക് റൂമിൽ കൊണ്ടുപോകും, പച്ച ചോപ്പ് ലൈറ്റ് കത്തിക്കുന്ന പരിപാടി. ആദ്യം നൂറ സേവ് ആയി പോവും, അതിനുശേഷം നെവിൻ സേവ് ആയി പോവും, ഏറ്റവും അവസാനം ആദില ആൻഡ് ജിസേല് മാത്രം വരും. എന്നിട്ട് ഒരു കാര്യമില്ലാതെ ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് അവരെ അകത്തോട്ട് വിളിക്കാൻ പറയും. അന്നേരം ആദില നൂറയുടെ പേര് പറയത്തില്ല, നമ്മുടെ അനുവിന്റെ പേരാണ് പറയുന്നത്. അങ്ങനെ ജിസേല് ഓഫ് കോഴ്സ് ആര്യന്റെ പേര് പറയും. അങ്ങനെ ആര്യനെയും അനുവിനെയും അകത്തോട്ട് വിളിക്കും. എന്നിട്ട് അകത്തോട്ട് വന്നിട്ട് രണ്ടുപേരും കെട്ടിയൊക്കെ പിടിക്കും. എന്നിട്ട് ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കണ്ടോ എന്ന് ചോദിക്കും. ഇതിനൊന്നും ഒരു കാര്യമില്ല, കാര്യം അത് എപ്പിസോഡ് എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ട് പോകണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇതൊക്കെ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിപ്പിച്ചിട്ട് എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ലെറ്ററിനകത്ത് ഇവരെടുത്ത് അവസാനമായിട്ട് എന്തെങ്കിലും മെസ്സേജ് നിങ്ങൾക്ക് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് വന്ന ബെസ്റ്റ് ഫ്രണ്ട്സിനെ കൊണ്ട്, അതായത് അനുവിനെ കൊണ്ടും ആര്യനെ കൊണ്ടും ആ ലെറ്ററിനകത്ത് എഴുതിപ്പിച്ചിട്ട് ഇവരെ പറഞ്ഞു വിടും. എന്നിട്ട് ഇവരെ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം ആദില പറയുന്നുണ്ട്, ബിഗ് ബോസ് അൺഫെയർ ആണ്, എനിക്ക് നൂറെ ഒന്ന് കാണണം. കാര്യം ആദില വിചാരിച്ചിരിക്കുകയാണ് ആദിലയാണ് ഔട്ട് ആവുന്നത്. കാര്യം ജിസേൽ അമ്മാതിരി കോൺഫിഡന്റിലാണ് നിൽക്കുന്നത്, പോകത്തില്ല. ജിസേലിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ആദില പോകാനാണ് സാധ്യത. നമ്മളും അങ്ങനെയാണ് വിചാരിച്ചേക്കുന്നത്, ജിസേൽ പോകുന്നത് ഇപ്പോഴും വിചാരിച്ചിട്ടില്ല. ജിസേൽ ആ ഒരു കോൺഫിഡൻസിലാണ് നിൽക്കുന്നത്. ആദിലയ്ക്ക് നല്ല പേടിയുണ്ട്, അതുകൊണ്ടാണ് നൂറെ എടുത്ത് സംസാരിക്കണമെന്ന് പറയുന്നത് തന്നെ. എന്നിട്ട് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വരികയാണ്. ആര്യനും അനുമോളും മെയിൻ ഗേറ്റിന്റെ അടുത്ത് പോയി നിൽക്കുക, ഒരാൾ ഇപ്പൊ അതുവഴി അകത്തോട്ട് വരും, മറ്റേ ആള് ലാലേട്ടന്റെ അടുത്തോട്ട് പോവുകയും ചെയ്യും എന്ന് പറയുന്നു. ആര്യനും ജിസേലും അവിടെ കാത്തു നിൽക്കുകയാണ്, ബാക്കി എല്ലാവരും അവിടെ ഡോറിന്റെ അടുത്ത് നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോർ തുറക്കും, ആദില അകത്തോട്ട് വരും. അപ്പോഴാണ് നൂറയ്ക്ക് സമാധാനമാവുന്നത്. അങ്ങനെ ആദില സേവ് ആയിരിക്കുകയാണ്. അപ്പൊ പറഞ്ഞ പോലെ ജിസേൽ എവിക്റ്റ് ആവും. ജിസേലിന് ഇവരുടെ അടുത്ത് ഒന്ന് ബായ് പറയാനുള്ള അവസരമൊന്നും ബിഗ് ബോസ് ഉണ്ടാക്കി കൊടുത്തില്ല. നേരെ ലാലേട്ടന്റെ അടുത്തോട്ടാണ് പോയത്. ജിസേൽ പോയ വിഷമത്തിൽ പൊട്ടി കരയുന്ന ആര്യനെയാണ് ഗൈസ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ആര്യൻ മാരെ കരച്ചിൽ കേട്ടോ, കരച്ചിൽ എന്ന് പറഞ്ഞാൽ അമ്മാതിരി കരച്ചിൽ. പക്ഷെ ലാലേട്ടന്റെ അടുത്ത് ചെന്ന ജിസേൽ ഭയങ്കര കൂളായിരുന്നു, ഭയങ്കര കൂളായിട്ടാണ് പുള്ളിക്കാരനെ സംസാരിച്ചത്, വളരെ ചില്ലായിട്ടാണ് സംസാരിച്ചത്. എന്താണെങ്കിലും പൊന്നമ്മ ചേച്ചി വന്ന് ജിസേലിനെ കൊണ്ടാണ് പോയത്. പൊന്നമ്മ ചേച്ചിയുടെ എഫക്റ്റ് ആണെന്ന് തോന്നുന്നു ജിസേൽ ഔട്ടായത്. അങ്ങനെ ഹൗസ് മേറ്റ്സിനെ കാണണമെന്ന് പറഞ്ഞ് അകത്തോട്ട് പോകും. അങ്ങനെ ഓരോരുത്തരോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഷാനവാസ് അവിടെ ഇരുന്ന് കരയാണ്. ഷാനവാസ് മാരെ കരച്ചില്, കണ്ണൊക്കെ തുടയ്ക്കുന്നത്. ആര് പോലും ഷാനവാസ് കരയാറുണ്ട്. ഷാനവാസിന്റെ സ്കില്ലൊക്കെ ആ സമയത്താണ് പുള്ളി പുറത്തെടുക്കുന്നത്. ഇതിന് ഷാനവാസ് കരയുന്ന കണ്ടോണ്ട് ജിസേൽ ഷാനവാസ് ഈസ് ക്രൈങ് എന്ന് പറഞ്ഞ് ചിരിക്കും കേട്ടോ. അപ്പൊ ഷാനവാസിന്റെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഷാനവാസിന്റെ എക്സ്പ്രഷൻ ബി ലൈക്ക്, കളിയാക്കല്ലേ മോളെ, കളിയാക്കല്ലേ, കഷ്ടപ്പെട്ടാണ് ഇക്ക കരയുന്നത് കേട്ടോ. ഈ ഒരു പരിപാടി അവിടെ പിടിച്ചത് കറക്റ്റ് സീരിയൽ നാടകം. അങ്ങനെ ഓരോരുത്തരും കരയുന്നൊക്കെ ഉണ്ട്. നെവിൻ മാത്രം കരയുന്നത് കണ്ടില്ല. അതിന്റെ ഏറ്റവും അവസാനം പോകാൻ നേരത്ത് ജിസേല് അവിടെ ചെടി അടയ്ക്കാണ്ട് കേക്ക് ഒളിപ്പിച്ച് വെച്ചെന്ന് പറയും. അത് ആര്യന് ആദ്യം പോയി എടുത്തോണം, നെവിന് കൊടുക്കല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നെവിൻ അവിടെ ഇതങ്ങോട്ട് കേട്ടപ്പോഴത്തേക്ക് നെവിൻ അവിടെ കിടന്ന് പൊട്ടിക്കരച്ചില്. ഫുഡിന്റെ കാര്യം പറഞ്ഞില്ല, അതിന് മുമ്പ് നെവിൻ കരച്ചിൽ തുടങ്ങി. ജിസേല് പോയ സമയത്തൊന്നും വലിയതായിട്ട് കരയൊന്നും കണ്ടില്ല. ഫുഡ് കൊടുക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിൻ അവിടെ കരച്ചിൽ തുടങ്ങും. എന്നിട്ട് ലാലേട്ടന്റെ അടുത്ത് ബൈ ഒക്കെ പറഞ്ഞിട്ട് ജിസേല് പോവുകയാണ്. സാധാരണ എല്ലാവരും ഔട്ടായി പോകുന്ന സമയത്ത് ലാലേട്ടന്റെ മുന്നിൽ വരുമ്പോ ഒരു ഭയഭക്തി ബഹുമാനത്തോടെ എല്ലാവരും നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ജിസേലിന്റെ മുന്നിൽ ലാലേട്ടൻ ഇച്ചിരി ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്ന പോലെയാണ് എനിക്ക് ആ ലാലേട്ടൻ നിപ്പ് കണ്ടപ്പം തോന്നിയത്. ഒരു നിമിഷം ഇനി ലാലേട്ടൻ ഇനി എവിക്റ്റ് ആയി പോകണോ, ജിസേല് ഹോസ്റ്റ് ആണോ എന്ന് വരെ തോന്നിപ്പോയി. എന്താണെങ്കിലും അടുത്ത ആഴ്ച എന്തോ എൻജുറൻസ് ടാസ്ക് ഒക്കെ വരുന്നുണ്ട്, ഡാൻസ് കളിയോ പാട്ടുപാടലോ അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ലാലേട്ടൻ പരിപാടി നിർത്തി പോവാണ്. അത് കഴിഞ്ഞിട്ട് ഹൗസിലുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. എല്ലാവരും വട്ടത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. ആദിലയും ഷാനവാസും നൂറയൊക്കെ സംസാരിക്കുന്നുണ്ട്. എല്ലാവരും അന്താളിച്ചിരിക്കുകയാണ്. കാര്യം ഒനീൽ ഔട്ടായി, ജിസേൽ ഔട്ടായി, സ്റ്റിൽ ലക്ഷ്മി ആൻഡ് സാഹുമാൻ അവിടെ നിൽക്കുന്നു. അപ്പൊ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, ഇവരൊക്കെ എന്ത് ചെയ്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, വണ്ടടിച്ച് നിൽക്കാണ്. ഷാനവാസ് എന്നിട്ട് തീരുമാനം എടുക്കുന്നുണ്ട്, ഇനി ഞാനായിട്ട് അവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കത്തില്ല, ഇങ്ങോട്ട് ഉടക്കാൻ വന്നാലും ഞാൻ ഇനി ഇഗ്നോർ ചെയ്തങ്ങ് വിടത്തേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സമാപിക്കുന്നത്. അങ്ങനെ വേറെ കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ലാലേട്ടന്റെ എപ്പിസോഡിനകത്ത് ഉണ്ടായിരുന്നില്ല, ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നുമില്ലാത്തതുകൊണ്ട് ഇന്ന് സാവുമാൻ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്ക്രീൻ സ്പേസ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അക്ബറും സാവുമാന്റെ ഒരു കോൺവെർസേഷനൊക്കെ, കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതായിരുന്നു എവിക്ഷൻ എപ്പിസോഡ്. കൂടുതലൊന്നും എനിക്കും പറയാനില്ല. അപ്പൊ എന്താണ് ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? താഴെ വന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരി, ടാറ്റ, ബൈ ബൈ.